നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കുമ്പോൾ സ്ഥാനാർത്ഥി സാധ്യതകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ നമ്മുടെ റിപ്പോർട്ടർമാർ തയ്യാറാണ്. നിലമ്പൂരിൽ അതിവേഗം എത്തുന്ന റിപ്പോർട്ടർ VS രഞ്ജിത്ത്, ദീപക് മലയമ്മ, R റോഷിപാൽ, അഷ്കർ അലി കരിമ്പ, മുബഷിർ പി അക്ബർ എന്നിവരുണ്ട്. ആദ്യം നമുക്ക് UDF ക്യാമ്പിന്റെ സാധ്യതകളിലേക്ക് പോകാം. നിലമ്പൂരിലെ വാർ റൂം തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. നിലമ്പൂരിൽ നിന്ന് തെരഞ്ഞെടുപ്പിന്റെ എല്ലാ വാർത്തകളും ചൂടും അല്പം പോലും കുറയാതെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ടീം റിപ്പോർട്ട് തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. നിലമ്പൂർ സ്ക്വാഡിനെയാണ് നമ്മളിപ്പോൾ പരിചയപ്പെടുത്തിയത്. നിലമ്പൂരിലെ മുക്കിലും മൂലയിലും നടക്കുന്ന രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ പ്രേക്ഷകരിലേക്ക് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഈ നിലമ്പൂർ സ്ക്വാഡ് എത്തിക്കും. അപ്പോൾ നിലമ്പൂർ സ്ക്വാഡിൽ ഇപ്പോൾ റോഷിയുണ്ട്, ദീപക് മലയമ്മയുണ്ട്. പ്രേക്ഷകർക്ക് കാണാം. ഇവരുടെയൊക്കെ പ്രതികരണങ്ങൾ നമുക്ക് കാണാം. LDFിന്റെയും UDFിന്റെയും സ്ഥാനാർത്ഥി സാധ്യതകളാണ് ഇപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത്. ഒരുപക്ഷേ അടുത്ത 15-ാം തീയതി അടുപ്പിച്ച് തന്നെ തിരഞ്ഞെടുപ്പിന് പ്രഖ്യാപനം ഉണ്ടായേക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. ചുമതല AP അനിൽകുമാറിനും സ്വരാജിനും നൽകിയിട്ടുണ്ട് UDFും LDFും യഥാക്രമം. ഇനി നമ്മൾ സ്ഥാനാർത്ഥി സാധ്യതകളിലേക്ക് പോയാൽ UDFിനെ സംബന്ധിച്ച് നിലമ്പൂർ തിരിച്ചുപിടിക്കുക എന്നതാണ് ലക്ഷ്യം. സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ സർവേകൾ നടത്തി റിപ്പോർട്ട് ഹൈക്കമാൻഡിന് കൈമാറിയിട്ടുണ്ട്. മുതിർന്ന നേതാക്കളുമായി ദീപദാസ് മുൻഷി കൂടിയാലോചന നടത്തും. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ ഉടൻ സ്ഥാനാർത്ഥി പ്രഖ്യാപനമുണ്ടാകും. മുതിർന്ന നേതാക്കൾ മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്യും. സ്ഥാനാർത്ഥി സാധ്യതകൾ പരിശോധിച്ചാൽ 2 പേരുകൾ മാത്രമാണ് UDF ക്യാമ്പിൽ നിന്ന് ഉയരുന്നത്. 2016 കളത്തിലിറങ്ങിയ ആര്യാടൻ ഷൗക്കത്ത്, കന്നി മത്സരം കാത്തിരിക്കുന്ന VS ജോയ്, AP അനിൽകുമാറിനാണ് നിലമ്പൂരിൽ കോൺഗ്രസിന്റെ ചുമതലയുള്ളത്. R റോഷിപാൽ UDF ക്യാമ്പിൽ നിന്നുള്ള നീക്കങ്ങൾ നൽകും. നമുക്കാദ്യം റോഷിപാലിലേക്കൊന്ന് പോയി വരാം. റോഷി, UDFിന്റെ സാധ്യതാ പട്ടികയിൽ ആരൊക്കെയാണ് ആദ്യം മുൻതൂക്കമാർക്ക്? ഡോക്ടർ അരുൺകുമാർ, നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയതിന് തൊട്ടു പിന്നാലെ തന്നെ കോൺഗ്രസിനകത്ത് ആരാകും സ്ഥാനാർത്ഥിയെന്ന ചർച്ച തുടങ്ങിയിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് DCC അധ്യക്ഷനായ VS ജോയിയുടെ പേര് തന്നെയാണ്. അതിനൊപ്പം തന്നെ ആര്യാടൻ ഷൗക്കത്തിന്റെ പേരും ഉയർന്നു. ആര്യാടൻ ഷൗക്കത്ത് നേരത്തെ അവിടെ മത്സരിച്ചതാണ്. നിലമ്പൂരിൽ മത്സരിച്ച ഒരു വട്ടം പരാജയപ്പെടുകയും ചെയ്തു. VS ജോയിക്ക് കൂടുതൽ പ്രാധാന്യം വന്നത് നിലവിൽ DCC അധ്യക്ഷൻ എന്ന നിലയിൽ PV അൻവർ VS ജോയിയുടെ പേര് ആദ്യം നിർദ്ദേശിച്ചു എന്നതാണ്. PV അൻവർ രാജിവെക്കുന്നതിന് പിന്നാലെ VS ജോയിയുടെ പേര് ഉയർത്തിക്കാണിച്ചതോടെയാണ് അങ്ങനെ ചർച്ച VS ജോയിലേക്ക് നീങ്ങിയതും. മുൻ KSU സംസ്ഥാന അധ്യക്ഷൻ, ഏറ്റവും പ്രായം കുറഞ്ഞ DCC അധ്യക്ഷൻ എന്നൊരു പ്രത്യേകത കൂടി VS ജോയിക്കുണ്ട്. ആ ഒരു യുവത്വത്തിൻ്റെ കരുത്തിൽ അവിടെ നിലമ്പൂർ തിരിച്ചുപിടിക്കാൻ ജോയിലൂടെ സാധിക്കുമെന്ന ഒരു കണക്കുകൂട്ടൽ, അങ്ങനെ ഒരു അഭിപ്രായം കോൺഗ്രസിനകത്തുണ്ട്. അതേപോലെ തന്നെയാണ് ആര്യാടൻ ഷൗക്കത്ത്. ആര്യാടൻ മുഹമ്മദ് ഏറെക്കാലം പ്രതിനിധീകരിച്ച മണ്ഡലം എന്ന നിലയിൽ ആര്യാടൻ ഷൗക്കത്തിന് മണ്ഡലത്തിലുള്ള വേരോട്ടം, അത് മണ്ഡലം തിരിച്ചുപിടിക്കാൻ അത് വഴിയൊരുക്കും എന്ന അഭിപ്രായവും കോൺഗ്രസിനകത്തുണ്ട്. ഏതായാലും ഒറ്റപ്പേരിലേക്ക് എത്തും. സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ കോൺഗ്രസ് ഹൈക്കമാൻഡ് തന്നെ സർവേ നടത്തി. 2 സർവേകൾ മണ്ഡലത്തിൽ നടന്നു. ആ സർവേയുടെ റിപ്പോർട്ട് കോൺഗ്രസ് ഹൈക്കമാൻഡിന് കൈമാറിക്കഴിഞ്ഞു. ഇനി സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപദാസ് മുൻഷി പ്രധാനപ്പെട്ട നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. അവരുമായി ഒക്കെ കൂടിയാലോചന നടത്തി ഒറ്റപ്പേരിലേക്ക് എത്തുകയും പിന്നീട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ തൊട്ടു പിന്നാലെ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം. അതാണ് കോൺഗ്രസിന്റെ കുറച്ചു കാലമായുള്ള ഉപതെരഞ്ഞെടുപ്പിൽ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ അത് തൃക്കാക്കരയിൽ തുടങ്ങിയതാണ്. പുതുപ്പള്ളിയിൽ സമാനമായി, പാലക്കാടും ചേലക്കരയിലുമൊക്കെ സ്ഥാനാർത്ഥിയെ വളരെ പെട്ടെന്ന് പ്രഖ്യാപിച്ച് പ്രചാരണത്തിൽ മുൻതൂക്കം നേടാനുള്ള സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം സർവേ നടത്തി റിപ്പോർട്ട് ഇപ്പോൾ ഹൈക്കമാൻഡിന് മുന്നിലുണ്ട്. ഡോക്ടർ അരുൺകുമാർ, ഈ നിലമ്പൂരിൽ PV അൻവർ MLA പദം ഒഴിഞ്ഞതിന് തൊട്ടു പിന്നാലെ തന്നെ കോൺഗ്രസ് അവിടെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രാഥമിക പ്രവർത്തനം തുടങ്ങിയിരുന്നു. അവിടെ ബൂത്ത് കമ്മിറ്റികൾ പുനഃസംഘടിപ്പിക്കുന്നു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികൾ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികൾ അവിടെ കൃത്യമായി പുനഃസംഘടന പൂർത്തിയാക്കുന്നു. നേതാക്കൾ അവിടെ ക്യാമ്പ് ചെയ്യുന്നു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ, പ്രത്യേകിച്ച് ജില്ലാ കോൺഗ്രസ് അധ്യക്ഷൻ്റെ വീടും ഈ നിലമ്പൂർ പ്രദേശത്താണ്, നിലമ്പൂർ നിയോജക മണ്ഡലത്തിലാണ്. അതുകൊണ്ട് കൂടുതൽ ശ്രദ്ധ ചെലുത്തി അവിടെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഈ തവണ മണ്ഡലം തിരിച്ചുപിടിക്കണം എന്ന നിർദ്ദേശം KPCC ആദ്യം മുതൽ തന്നെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ പ്രാഥമിക പ്രവർത്തനം അവർ മുന്നോട്ട് കൊണ്ടുപോയി. അതിനിടയിലാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് പ്രത്യേക സർവേ അവിടെ നടത്തിയത്. ആ സർവേ 2 സർവേയാണ് നടത്തിയത്. ആ 2 സർവേയുടെ റിപ്പോർട്ടുകൾ ഹൈക്കമാൻഡിൻ്റെ കയ്യിൽ എത്തിക്കഴിഞ്ഞു. ആ റിപ്പോർട്ട് അടിസ്ഥാനമാക്കി അതിൽ ഒറ്റ മാനദണ്ഡം മാത്രമേ ഉള്ളൂ എന്ന് കോൺഗ്രസ് നേതാക്കൾ വിശദീകരിക്കുന്നു. വിജയ സാധ്യത മാത്രമാണ് മാനദണ്ഡം. ആ വിജയ സാധ്യത മാനദണ്ഡമാക്കിയാകും സ്ഥാനാർത്ഥി നിർണയമെന്ന് കോൺഗ്രസ് നേതൃത്വം ഒറ്റക്കെട്ടായി പറയുന്നു. ഏതായാലും വലിയ ആശയക്കുഴപ്പമൊന്നും ഈ നിലമ്പൂർ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകില്ല എന്നാണ് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ പറയുന്നത്.